നമ്മൾ നോക്കാൻ പോകുന്നത് നോട്ട് കോയിൻ കമ്മ്യൂണിറ്റിയുടെ പുതിയൊരു ഗെയിമായ നോട്ട് പിക്സലിനെ പറ്റിയാണ്. നമുക്ക് നോട്ട് കോയിൻ്റെ ടെലിഗ്രാം ചാനലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റ് ജസ്റ്റ് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ, വളരെ ഏർലിയാണ്. നിങ്ങൾ മാക്സിമം നേരത്തെ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എത്രയും നേരത്തെ ജോയിൻ ചെയ്യുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടിയ പ്രൊജക്റ്റ് ആയിരുന്നു നോട്ട് കോയിനും അതുപോലെ ഡോക്സ് കോയിനും. അപ്പോൾ ഈ നോട്ട് കോയിന് സെയിം ടീമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ യൂസേഴ്സിലേക്ക് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെർവർ നല്ല ട്രാഫിക് ഉണ്ട്. നിങ്ങൾ കുറച്ച് നേരം ട്രൈ ചെയ്ത് റീലോഡ് അടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മൾ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും ആദ്യം ഇടുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലായിരിക്കും. അപ്ഡേറ്റ്സ് മാത്രമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട്സിൻ്റെ കോമ്പോസും ഡെയിലി കോമ്പോസും കാര്യങ്ങളും ടെലിഗ്രാം ചാനലായിരിക്കും. നിങ്ങൾ ടെലിഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെക്കാം. നമുക്കിനി എങ്ങനെയാണ് നമ്മുടെ നോട്ട് പിക്സിൽ നമുക്ക് പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ നോട്ട് പിക്സിൽ ജോയിൻ ആവുന്ന ലിങ്കും അതുപോലെ ടെലിഗ്രാം ചാനൽ ലിങ്ക് നമ്മൾ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിനി നമ്മുടെ ലിങ്കിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വരുന്നത് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും. അപ്പോൾ നമുക്കിവിടെ കാണാം വലിയൊരു ക്യാൻവാസ് പോലെ കാണാം. അതിൽ കുറേ ഷേപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സൂം ഔട്ട് സൂം ഇൻ ചെയ്തൊക്കെ നോക്കിയാൽ മനസ്സിലാവും. കുറേ ചെറിയ ചെറിയ പിക്സൽസും കാണാൻ പറ്റും, കളറുള്ളതും കളറില്ലാത്തതൊക്കെ. അപ്പോൾ നമ്മുടെ മെയിൻ ജോലി എന്ന് വെച്ചാൽ നമുക്കിതിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യണം. അതായത് ഓരോ പിക്സലിൽ നമ്മൾ കളർ കൊടുത്തുകൊണ്ട് നമുക്കിതിൽ പോയിന്റ്സ് ഏഡ് ചെയ്യാൻ പറ്റുന്നത്. കറന്റ് നമുക്ക് അടിയിൽ കാണാം എനിക്ക് പറ്റുന്നത് ഇപ്പോൾ കറന്റ് 6 ആണ് അവിടെ മാക്സിമം നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഫ്രീ സ്പേസ് കണ്ടെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് അവിടെ ടാപ്പ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കളർ ആവുന്നതായിരിക്കും. പിന്നെ നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ കാണാം നമ്മൾ ടാപ്പ് ചെയ്യുന്നതനുസരിച്ച് മേളിൽ അവിടെ പോയിന്റ് കൂടുന്നുണ്ടോ. മേളിൽ ഇപ്പം 381 ആയി 383. അപ്പോൾ കറന്റ് ഒരു ടാപ്പിൽ നമുക്ക് പോയിന്റ് 2 വെച്ചാണ് കൂടുന്നത്. നമ്മളത് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് നമുക്ക് അങ്ങനെ പോയിന്റ്സ് കിട്ടുന്നത്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇനി നമുക്കൊരു ചാൻസ് ഉള്ളൂ ഇപ്പോൾ കറന്റ് ചെയ്യാനുള്ള. അപ്പം കഴിഞ്ഞു നമ്മുടെ എനർജി അവിടെ കഴിഞ്ഞു. താഴെ കണ്ടോ നോ എനർജി കാണിക്കുന്നത്. നമ്മൾ ഇനി എനർജി വരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമുക്ക് ഇതിൽ കുറേ ടാസ്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ നോർമൽ എയർ ഡ്രോപ്പിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക, ട്വിറ്റർ ഫോളോ ചെയ്യുക, അങ്ങനെ വെച്ച് ടാസ്ക് ഒക്കെ വേണമെങ്കിൽ കാണിച്ചു തരാം. ടാസ്ക് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ കുറച്ച് ടാസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് അവരുടെ എക്സ് ഫോളോ ചെയ്യുക, ടെലിഗ്രാം ഫോളോ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുകൊണ്ട് നമുക്ക് അവിടുന്ന് പോയിന്റ്സ് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ PX എന്ന് പറഞ്ഞൊരു പോയിന്റ്സ് നമുക്ക് ഇതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിലല്ലാതെ കുറേ ടാസ്ക് ഉണ്ട്. അതായത് നമ്മൾ ടെലിഗ്രാം സ്റ്റാർ കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ടാസ്കും ഉണ്ട്. അതായത് ഇപ്പോൾ ചെയ്യണമെന്നില്ല, പിന്നെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് കറന്റ് നമുക്ക് ഫ്രീ ആയിട്ട് ടാസ്ക് ഒന്നും ചെയ്താൽ മതി. നമ്മളിനി ബൂസ്റ്റിൻ്റെ സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ നമുക്കവിടെ 3 ബൂസ്റ്റ് കാണാൻ പറ്റും. അതിലാദ്യത്തെ വരുന്നതാണ് പെയിൻറ്റ് റിവാർഡ്. കറന്റ് നമ്മളിപ്പം ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരു പിക്സൽ പെയിൻറ്റിന് നമുക്ക് കിട്ടുന്നത് 2 പോയിന്റ് ആയിരിക്കും. നമ്മളിതിൽ അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ 200 PX കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 2.5 നമുക്ക് ഒരു ടാപ്പിൽ കിട്ടും. പിന്നെ വരുന്ന റീചാർജിങ് സ്പീഡ് ഇതിൽ നമുക്ക് നമ്മുടെ ഒരു ബാർ നമ്മൾ ആദ്യം കാണിച്ചില്ലായിരുന്നു. അതായത് ജസ്റ്റ് ബാക്ക് എടുത്ത് കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലായിരുന്നു, ഒരു താഴെ കണ്ടോ എനർജി ബാർ ഉണ്ടോ, അതിങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളത് അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എനർജി പെട്ടെന്ന് ഫില്ലായി കിട്ടും. അടുത്ത വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനർജി ലിമിറ്റ് ഉണ്ട്. അത് നമുക്ക് കറന്റ് കിടക്കുന്നത് 6-ലാണ്. നമ്മളിനി 100 PX കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ എനിക്കത് 7-ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ബാക്ക് എടുത്ത് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ കറന്റ് ഉണ്ട് എനിക്ക് അവിടെ 6 എണ്ണം, ജസ്റ്റ് എനിക്ക് 6 എണ്ണം അവിടെ വന്ന് നടക്കുമല്ലോ. നമ്മൾ ഒന്നുകൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എനർജി ഉണ്ട്, അത് നമുക്ക് 7 കിട്ടും. അത്രേ ഉള്ളൂ. അപ്പം പിന്നെ നമുക്ക് മേളിൽ അവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും. മേളിലൊരു ക്ലെയിം PX ഉണ്ട്. അപ്പോൾ നമ്മുടെ പോയിന്റ്സ് അനുസരിച്ച് നമുക്ക് അവിടെ ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അങ്ങനെ നമുക്ക് പോയിന്റ്സ് കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുന്നത് നമുക്ക് ഇതിൽ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് നോട്ട് കോയിനും ഡോക്സും നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എന്ന പ്രൊജക്ട്സ് ആണ്. അവരുടെ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതിൽ ഹോപ്പ് വെക്കാം. പിന്നെ നമ്മളിതിൻ്റെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.